തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിൽ ഹർജിക്കാരനെതിരെ വിമർശനവുമായി ലോകായുക്ത. ഹർജിക്കാരന്റെ വാദങ്ങൾ പ്രാഥമികമായി തൃപ്തികരമല്ല എന്ന നിലപാടെടുത്ത ലോകായുക്ത CMRൽ മണൽ കടത്തിയതിന് തെളിവെന്താണ് എന്ന് ചോദിച്ചു. തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവ് കൂടി പരിഗണിക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം ലോകായുക്ത കണക്കിലെടുത്തില്ല. കേസ് ഈ മാസം 29 വീണ്ടും പരിഗണിക്കും. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇതിൽ ലോകായുക്ത ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആരോപണങ്ങൾ ഉണ്ട്, പക്ഷേ തെളിവെവിടെ എന്നത് എന്താണ് ലോകായുക്ത ചോദിച്ചത്? അനുജ, ഈ വിഷയത്തിൽ ഹർജിക്കാരനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് ലോകായുക്ത ചോദിച്ചത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് കരാറിലുള്ളതിനേക്കാൾ മണൽ കടത്തുന്നു, അത് KMML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കടത്തുന്നു എന്നുള്ളതാണ് ഈ ലോകായുക്തയ്ക്ക് മുൻപിലുള്ള പരാതി. അതിലേക്ക് ഈ CMRൽ കൂടി വരികയായിരുന്നു. CMRൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ 99 കോടിയോളം രൂപയുടെ മണൽ അവിടെ നിന്ന് കടത്തി എന്നുള്ളതാണ് ലോകായുക്തയ്ക്ക് മുൻപിലായി ഇപ്പോൾ ഈ ഹർജിക്കാരൻ വെച്ചിരിക്കുന്ന വാദം. അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ KMMLനെ മാത്രം കക്ഷി ചേർത്തു, അതിന് പകരം CMRലെ എന്തുകൊണ്ട് കക്ഷി ചേർത്തില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ലോകായുക്ത ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അന്ന് വേണ്ട വിധത്തിലുള്ള തെളിവ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയുകയും, എന്നാൽ രേഖ സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ രേഖ സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല, തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തണം, ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ഹർജിക്കാരൻ വാദിച്ചു. അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയും ഒപ്പം CMRലും തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവാണ്. ഇതിനൊരു ക്ലാരിറ്റി വരുത്തും, ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് CMRൽ വരുന്നതിന് ഒരു ക്ലാരിറ്റി വരുത്തും എന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവ് തോട്ടപ്പള്ളി കേസിൽ എങ്ങനെയാണ് ബാധകമാകുക എന്നൊരു ചോദ്യമായിരുന്നു ലോകായുക്ത ചോദിച്ചത്. ഇതിന് ഹർജിക്കാരന് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹർജിക്കാരനെ പരമാവധി പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ദിവസം ലോകായുക്ത നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ആരോപണത്തിൽ നേരത്തെ തന്നെ ഈ CMRലുമായുള്ള ബന്ധം തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ കഴിയുമോ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ മാസം 29 വീണ്ടും ഈ കേസ് പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ഈ ഉണ്ട് എന്ന് പറയുന്ന രേഖ ഹാജരാക്കണം എന്നുകൂടി ലോകായുക്ത നിർദ്ദേശിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിലാണ് ചില ചോദ്യങ്ങൾ ഹർജിക്കാരനോട് ഉന്നയിച്ച് ലോകായുക്ത രംഗത്തെത്തിയത്.